ഹായ് കൂട്ടുകാരെ, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കാച്ചിൽ കൊണ്ടൊരു തോരനാണ് വെക്കാൻ പോകുന്നത്. അതെങ്ങനെ വെക്കാം നോക്കാം. വായോ വീഡിയോയിലേക്ക്. ഇടത്തരം കാച്ചിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. തൊലി കളഞ്ഞ് വൃത്തിയായിട്ട് അരിഞ്ഞ് എടുത്തിരിക്കുകയാണ്. അത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേഗം വെക്കണം. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത കൂട്ടുകാരായി വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാച്ചിലെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേഗം അടുപ്പിലോട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിന് അരപ്പ് തയ്യാറാക്കണം. അതുപോലെ തന്നെ എല്ലാ വർഷവും നമ്മൾ കാച്ചിൽ പൂള് വെട്ടുമല്ലോ. പൂള് വെട്ടി എടുക്കുന്ന സമയത്ത് ഇതുപോലെ ബാലൻസ് ആയിട്ട് വരുന്ന കാച്ചിൽ ഉണ്ടല്ലോ, അതും ഇതുപോലെ എടുത്ത് ഞങ്ങൾ തോരൻ വെക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് കാച്ചിൽ തോരൻ. നിങ്ങളും ഇടയ്ക്കൊന്ന് വെച്ച് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലതാണ് തോരനൊക്കെ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് മെഴുക്കുവരട്ടി വെക്കാനും നല്ലതാണ്. വട്ടത്തിൽ അരിഞ്ഞിട്ട് വെന്ത് കഴിയുമ്പം തിളച്ച് കഴിഞ്ഞ് ഒന്ന് ഏകദേശം വെന്ത് കഴിയുമ്പോൾ അത് മെഴുക്കുവരട്ടി പുരട്ടാനും നല്ല സൂപ്പറാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. പുഴുങ്ങി തിന്നാനാണെങ്കിലും നല്ലതാണ്. പക്ഷേ തോരനാണ് ഒന്നുകൂടെ നല്ലത്. ഇവിടെ കൂടുതലും പുഴുങ്ങുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ഇങ്ങനെ തേങ്ങയൊക്കെ ചേർത്ത് തോരൻ പോലെ വെക്കുന്നതാണ് മോനിഷ്ടം. പുഴുങ്ങുന്നതിനോട് അത്ര ഇഷ്ടമല്ല, പക്ഷേ ഇത് തോരൻ വെക്കുന്നതാണ് ഇഷ്ടം. അതനുസരിച്ചാണ് ഇവിടെ തോരൻ വെക്കുന്നത്. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഉള്ളി, കരിയാപ്പില, പച്ചമുളക്, തേങ്ങ ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കട്ടെ. തേങ്ങ മിക്സിയുടെ ജാറിൽ ഒന്ന് ചതച്ചെടുത്തു. ഇനി നമുക്ക് കടുക് താളിക്കാം. കടുക് താളിക്കാനായിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേന് കാച്ചിലിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് മൂടി വെച്ച് വേവിക്കണം. ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം. അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് വേകട്ടെ. കാച്ചിൽ തോരൻ വെക്കാം. അതുപോലെ തന്നെ ചേമ്പ്, കണ്ണൻ ചേമ്പ് ഒക്കെ, ചീമച്ചേമ്പൊക്കെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് നമുക്ക് ഈ കപ്പ വേവിക്കുന്നത് പോലെ തന്നെ ആണ് ഇതും വേവിച്ചെടുക്കുന്നത്. നല്ലതാണ്. തോരൻ പോലെ ആക്കാൻ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതുപോലെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനും നല്ലതാണ്. ഇവിടെ എല്ലാവർക്കും കാച്ചിൽ തോരൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ കാച്ചിൽ തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറായിരിക്കും. വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ട് വരാം.